സംഘത്തിൻ്റെ ലക്ഷ്യം സമൂഹത്തിൻ്റെ സംഘടനയായി മാറലാണ്. സമൂഹത്തിലെ സംഘടനയാകാനല്ല സംഘം പ്രവർത്തിക്കുന്നത്, സമൂഹത്തിൻ്റെ സംഘടനയാകാനാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംഘടനയായി മാറണമെന്നുണ്ടെങ്കിൽ ഇനിയും എത്തിപ്പെടേണ്ട, ഇന്നോളം എത്തിപ്പെടാത്ത പല മേഖലകളുമുണ്ട്. ആ മേഖലയിലേക്ക് ചില പ്രത്യേക വിഭാഗം ജനങ്ങളിലേക്ക് ഒക്കെ എത്തുന്ന പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തത്. ഇനിയും മുന്നോട്ട് പോകേണ്ടത് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ മേഖലയിലാണ്. ആ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുമ്പോൾ ഓരോ കുടുംബവും ഹിന്ദു സംസ്കാരം കൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന, സംസ്കാരത്താൽ സ്വാധീനിക്കപ്പെട്ട കുടുംബങ്ങളായി മാറണം. ഓരോ കുടുംബത്തിലും കുടുംബമാണ് നമ്മുടെ സാമൂഹ്യ ഘടനയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമായി നമ്മൾ കാണുന്ന ഏകാത്മമാനവ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് വ്യക്തി എന്നതിനേക്കാൾ കുടുംബമാണ് ഏറ്റവും അടിത്തറ. അപ്പോൾ കുടുംബങ്ങളെല്ലാം ഹിന്ദു സംസ്കാരത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട്, തിളങ്ങി നിൽക്കുന്ന ഒന്നായിട്ട് മാറണം. അതിനുള്ള പ്രവർത്തനം, ചില പ്രത്യേക മുന്നേറ്റങ്ങൾ അതിനു വേണ്ടിയിട്ടുണ്ട്. കുടുംബ പ്രബോധൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ. അതല്ലാതെ തന്നെ ഈ 100-ാം വർഷത്തിൽ അതിനുവേണ്ടി പ്രത്യേകം പ്രവർത്തിക്കണം.